ഇനി റെസ്റ്റോറൻറ്റിൽ നിന്നും ബേക്കറിയിൽ നിന്നും ഓൺലൈൻ സൈറ്റിൽ നിന്നൊന്നും നമുക്ക് സാൻഡ്വിച്ച് മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് സാൻഡ്വിച്ച് നല്ല കിഡിലിനായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു 2 സാൻഡ്വിച്ച് കഴിക്കണമെന്ന് തോന്നി. ഞാൻ നേരെ സ്വിഗ്ഗി എടുത്തു, ഓർഡർ ചെയ്യാമെന്ന് കരുതി. കാരണം ഇവിടെ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വിഗ്ഗി ഓപ്പൺ ചെയ്തു. സ്വിഗ്ഗിയിൽ നോക്കിയപ്പം വെജ് സാൻഡ്വിച്ചിന് 90 രൂപ, ചിക്കൻ സാൻഡ്വിച്ചിന് 120 രൂപ. അങ്ങനെ ഞാൻ 2 ചിക്കൻ സാൻഡ്വിച്ചും ഒരു വെജ് സാൻഡ്വിച്ചും അങ്ങ് ബുക്ക് ചെയ്യാമെന്ന് കരുതി. ഏതാണ്ട് 350 രൂപയായി എല്ലാം കൂടി വന്നപ്പം. അപ്പോൾ ഞാൻ 350 രൂപ തന്നെ എനിക്ക് ഒട്ടും കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു ഇത്രയും ചെറിയ സാധനത്തിന്. പിന്നെ ഞാൻ എന്തായാലും കൊടുക്കാൻ വിശന്ന് പോയില്ല എന്ന് കരുതി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെക്കൗട്ടിലെത്തിയപ്പോഴല്ലേ കാര്യം, സർചാർജ്, ഡിസ്റ്റൻസ് ഫീ, ഡെലിവറി ഫീ, ടാക്സ് എല്ലാം കൂടി ഒരു 10-60 രൂപ വന്നു. പിന്നെ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്കൊന്നും ട്രൈ ചെയ്താലോ എന്ന് ആലോചിച്ചു. അങ്ങനെ പിന്നെ ചിക്കൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ വെജ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. വളരെ ടേസ്റ്റി ആയിരുന്നു ഉണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് നിങ്ങളിലേക്കും അത് എത്തിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലേക്ക് പോകാം, സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ റെഡ് ബട്ടൺ അമർത്തിയാൽ മതി. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു വലിയ ബൗളാണ്. ഈ ബൗളിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ആയിരിക്കണം. അതിലേക്ക് ഒരു 1/2 കപ്പോളം ക്യാബേജും ചെറുതായിട്ട് അരിഞ്ഞ ക്യാബേജ് ചേർത്ത് കൊടുക്കുക. പിന്നെ സെയിം അളവിൽ സവോള കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 1 കപ്പ് അധികം കട്ടിയില്ലാത്ത ലൂസായിട്ടുള്ള മയണൈസ് ആണ്. അപ്പോൾ മയണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മേളിലൊരു കാർഡ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പഴയ വീഡിയോ ആണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മയണൈസ് ആദ്യം തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തന്നെ ആദ്യം ചേർത്ത് കൊടുക്കരുത്. കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി അതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ അകത്തെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബ്രെഡ് സ്ലൈസ് ഞാനിവിടെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ലൈസിൽ ഞാനിവിടെ ബട്ടറൊക്കെ ഫുള്ളി സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടിലും ബട്ടറും സോസും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലൈസ് എടുത്തിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. നിങ്ങൾ 3-4 സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണെങ്കിൽ ഒട്ടും കാണത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇതിനകത്ത് ഫിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൽ ഫില്ലിംഗ് ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സോസിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഇനി ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ തവയെ തന്നെയാണ് ടോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് തവയാണ്. തവയൊന്ന് ചൂടായതിന് ശേഷം ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് നേരത്തെ വെച്ച് വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 എണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, 2ഉം ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു സ്പൂൺ ഒരു തവി വെച്ച് നമുക്ക് ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് 2 സാൻഡ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ സാൻഡ്വിച്ചിൻ്റെയും മേളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൂടുതൽ ബട്ടർ ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റ് കിട്ടാനാണ്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു പ്രോസസ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് മൂത്തതിന് ശേഷം ഒന്ന് മറിച്ചിടുമ്പം പൊട്ടിപ്പോവാതൊക്കെ ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സാൻഡ്വിച്ച് ഇവിടെ മറിച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെയും കൂടി മറിച്ചിടാം. കരിഞ്ഞു പോയോ? ഇല്ല, കരിഞ്ഞൊന്നും പോയിട്ടില്ല. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് സാൻഡ്വിച്ച് മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കരിഞ്ഞു പോകും, പിന്നെ ഒരു വായിക്കും കൊള്ളാതെ വരും. നമുക്കിനി ഈ 2 സാൻഡ്വിച്ചും എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് കടയിലൊക്കെ കിട്ടുന്ന പോലെ നടുക്കൊന്ന് കട്ട് ചെയ്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്താ വരാത്ത? ഓക്കെ.
അപ്പോൾ നമ്മുടെ ആദ്യത്തെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ മേടിക്കുന്ന ആ ഒരു സെയിം ടെക്സ്ചർ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നടുക്കൊക്കെ ആ ഒരു ക്രീമി പരുവാണ്, അതായത് ഈ മയണൈസ് ചേർത്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഒരു ബെറ്റർ സാൻഡ്വിച്ചാണ്, നമുക്ക് അഫോർഡബിൾ ഒരു സാൻഡ്വിച്ചും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വെജ് സാൻഡ്വിച്ച്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ചെറിയ സാൻഡ്വിച്ചിനാണ് നമ്മൾ കടയിൽ ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ മേടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരാളുടെ സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്.